ഹലോ ഗായ്സ്, നമ്മൾ നമ്മൾ ടെറേറിയത്തിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഷോർട്സ് വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ആൾക്കാർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ടെറേറിയം മേടിച്ചതാണോ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ പ്ലാൻസുകൾ എവിടെ കിട്ടും, ഇതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണ് എന്ന് കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം മറുപടിയായിട്ട് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ടെറേറിയം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഇടാൻ പോണത്. ഒരു ടെറേറിയം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടി കുറേ അലഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതിൻ്റെ പ്ലാന്റ്സിന് വേണ്ടിയും പിന്നെ അതിൻ്റെ അകത്ത് വയ്ക്കുന്ന സാധന സാമഗ്രികൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ഞാൻ അലഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഓൺലൈനായിട്ട് ഇത് മേടിക്കാൻ പറ്റും, പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് നമ്മളെ കയ്യിൽ കിട്ടും, എപ്പോൾ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കൊല്ലം ജില്ലയിലെ ഒട്ടുമിക്ക ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലും അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലെല്ലാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ ഒട്ടുമിക്ക എല്ലാ കടലിലും പോയി. പക്ഷേ ഓരോ കടലിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവർക്ക് ടെറേറിയം എന്താണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കടയുണ്ടായിരുന്നു. ചെറിയൊരു പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ ഈ ടെറേറിയം കണ്ടു കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികൾ ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല അവർ. ഇച്ചിരി നല്ല രീതിയിൽ കെയറൊക്കെ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇത് മേടിച്ചിട്ട് പോയേനെ. ഈ ഒരു കുഞ്ഞൻ ടെറേറിയത്തിന് അവർ പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ 900 രൂപയാണ് കേട്ടോ. 900 രൂപയ്ക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല, അത്രയ്ക്ക് റേറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച ടെറേറിയം പ്ലാന്റ്സ്. ഇത് ഫിറ്റോണിയുടെ ഒരു റെഡ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് കൂടാതെ നമ്മൾ ഗ്രീനും അതുപോലെ ക്രിപ്റ്റാൻഡസും മോണ്ടോഗ്രാസും പീസ് ലില്ലിയും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ കടയെന്ന് പറഞ്ഞെങ്കിൽ ഇത് അത്ര ചെറിയ കടയൊന്നും അല്ല കേട്ടോ. ബാക്കിലോട്ടൊക്കെ നല്ല ഏരിയ ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ടെറേറിയം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെറിയൊരു അക്വേറിയം ടാങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചകിരിച്ചോറ് മേടിച്ചു, ക്ലേ ബോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഈ ടെറേറിയം മേക്ക് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ടത് ചെറലാണ് കേട്ടോ. രണ്ടാമത്തെ ലെയറിൽ കരിക്കട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ലെയറിൽ ക്ലേ ബാൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നാലാമത്തെ ലെയറിലും ടോപ്പ് ലെയറിൽ ഏറ്റവും മുകളിലായിട്ട് കൊക്കോപിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കൊക്കോപീറ്റിൻ്റെ മണ്ടയിൽ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓരോ ലെയർ വെക്കുമ്പോഴത്തേക്കും വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഈ ലെയറുകളെല്ലാം ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ ലെവലാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു രീതിയിൽ നമ്മൾ ഈ പ്ലാന്റ്സുകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് എടുക്കണം കേട്ടോ. അത് ഈ ഡ്രിഫ്റ്റ് വുഡ് വെച്ചിട്ട് അതിൻ്റെ സൈഡിനായിട്ടാണ് ഞാൻ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ നടുക്കായിട്ടാണ് ഞാൻ ഈ ഡ്രിഫ്റ്റ് വുഡ് വെച്ചേക്കുന്നത്. അതിൻ്റെ സൈഡിനായിട്ട് ഞാൻ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് ഞാൻ കുറേ ഈ മേടിച്ചിട്ടുള്ള ചെടികളുണ്ടല്ലോ, അത് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ടെറേറിയം ഉണ്ടാക്കാനുള്ള A to Z സാധനങ്ങളെല്ലാം കിട്ടി കേട്ടോ. പക്ഷേ ആ ഡ്രിഫ്റ്റ് വുഡ് മാത്രം കിട്ടിയില്ല. ഡ്രിഫ്റ്റ് വുഡാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതില്ലായിരുന്നെങ്കിൽ അത് ഫ്ലോപ്പായി പോയേനെ. അങ്ങനെ ഞാൻ കുറേ ഇതിനു വേണ്ടി ഞാൻ തിരക്കി. കുറേ വുഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കുറേ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അങ്ങനെ ഞാൻ കൃഷ്ണരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവളൊരു മരത്തിൻ്റെ വേരിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ അതിനകത്തൊരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവച്ചത്. പക്ഷേ ഇത് കൊള്ളാം. നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ മതിലിൻ്റെ മണ്ടയിലും അതിനൊക്കെ നമ്മളെ ഈ വീടിൻ്റെ സൈഡിലൊക്കെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന ഈ പായലില്ലേ, അതിന് മോസ് എന്നാണ് കേട്ടോ പറയുന്നത്. ആ സാധനം നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്രീനറി കിട്ടും. അവസാനം നമ്മൾ ഈ കൊക്കോപിറ്റിൻ്റെ മണ്ടയിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഈ മോസ് നമുക്ക് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. ഈ ടെറേറിയം എന്ന് പറയുന്നത് ഒരു ചില്ലുകുട്ടിനുള്ളിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന മിനിയേച്ചർ എക്കോസിസ്റ്റമാണ്. അപ്പം നമ്മൾ തന്നെ ഈ പ്ലാന്റ്സൊക്കെ നട്ട് നമ്മൾ തന്നെ അതിന് വളവും അതണക്ക് തന്നെ വെള്ളമൊക്കെ കൊടുത്ത് നമ്മൾ തന്നെ അതിനെ വളർത്തിയെടുക്കണം. സാധാരണ ഒരു പ്ലാന്റ്സ് നടുമ്പോഴത്തേക്ക് അത് വളർന്നു വരാൻ അത്രയും കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ ഈ ചില്ലിക്കുട്ടിനുള്ളിൽ ഒരു ചെടി വളർന്നു വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് കഷ്ടപ്പാടാണ് അത് വളർത്തിയെടുക്കണം എന്നുള്ളത്. സാധാരണ എല്ലാ പ്ലാന്റ്സിനും സൂര്യപ്രകാശം വേണം, ലൈറ്റ് വേണം. അപ്പോൾ നമ്മളെ ഈ ടെറേറിയം ഇൻഡോർ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ടെറേറിയത്തിൽ വളരുന്ന ചെടികൾക്കും ലൈറ്റ് വേണം. അതുകൊണ്ട് നമ്മളൊരു ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെ എന്തായാലും ഇതിനകത്ത് ലൈറ്റ് വേണം. ഇതാണ് കേട്ടോ എൻ്റെ ടെറേറിയത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചേക്കാളും പെർഫെക്റ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്തായാലും ഓക്കെയാണ്, ഈ ടെറേറിയത്തിൽ ഓക്കെയാണ്. ഇതിപ്പോൾ ഒരാഴ്ച ആയ ലുക്കാണ് കേട്ടോ. ഞാൻ ടെറേറിയം ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച ആയി ഇതൊന്ന് നല്ല രീതിയിൽ സെറ്റായിട്ട് വരാൻ. ആ സമയത്താണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് 1.5 മാസമായ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെൻ്റെ ടെറേറിയത്തിൻ്റെ 1 മാസം പ്രായമുള്ള ലുക്കാണ് കേട്ടോ. 1.5 മാസം പ്രായമുള്ള ലുക്കാണ്. അതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളതൊക്കെ എൻ്റെ ഫിറ്റോണിയ കാട് കണക്കിന് വളർന്നിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയൊരു തൈയായിരുന്നു ഞാൻ കൊണ്ടുവന്നത് നട്ടത്. ഇപ്പോൾ കാട് കണക്കായിട്ടുണ്ട് എൻ്റെ പച്ച കളർ ഫിറ്റോണിയ.
പിന്നെ ചുവന്ന കളർ ഫിറ്റോണിയ വലുതായിട്ടുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ പൂവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പീസ് ലില്ലിയിൽ 2-3 ഇലയൊക്കെ വന്നിട്ടുണ്ട്. മോണ്ടോഗ്രാസിലും അത് കണക്ക് ഞാൻ ഇതൊരിക്കലും കിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. നല്ല വളരുമെന്ന് ഞാൻ വിചാരിച്ചല്ലായിരുന്നു. ഇതൊക്കെ വേരൊക്കെ ആയി താഴോട്ടൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. പിന്നെ ക്രിപ്റ്റാന്തസ് ഇത് കളർ ഇതിനകത്ത് മങ്ങിപ്പോയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് കുറേ നാളെടുക്കും. നമ്മളെ ഈ കൈതേരൊക്കെ ആ ഒരു സൈസ് ചെടിയാണ് കേട്ടോ. അതും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് നമ്മളെ പായൽ അന്വേഷിച്ച് പോയപ്പോൾ എൻ്റെ മണ്ടലേക്ക് ഈ പായൽ അന്വേഷിച്ച് പോയപ്പോൾ മോസ് ഉണ്ടല്ലോ, അത് അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു ചെടിയാണിത്. സാധാരണ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ വേറൊരു സൈസ് ചെടി നമ്മൾ പണ്ട് കയ്യിൽ അച്ചൊക്കെ അടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമായിരുന്നു ഈ സാധനം. പിന്നെ ഓക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് ചീര വിത്തുകൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. അത് എന്താകുമെന്ന് അറിയാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതും കിളിച്ചിട്ടുണ്ട്. എന്തായാലും ടെറേറിയ ഓക്കെയാണ്, നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞില്ല, ഈ ലൈറ്റ് ഇതാണ് കേട്ടോ. ഞാനിത് ഈ ലൈറ്റ് കറക്റ്റ് ചെയ്ത് കിട്ടുന്നതനുസരിച്ച് ചെടികൾ നല്ല രീതിയിൽ വളരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 8 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഈ ലൈറ്റ് അതിനകത്ത് കാണണം, എന്നാലേ ചെടികൾക്ക് വളരാനുള്ളൊരു ഇത് കാണത്തുള്ളൂ. എന്തായാലും ടെറേറിയ ഓക്കെ ആയിട്ടുണ്ട്. 1.5 മാസം കൊണ്ട് എന്തായാലും എൻ്റെ ടെറേറിയത്തെ ചെടികളെല്ലാം കാട് പോലെ ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. ഇനി അത് ഈ ഫിറ്റോണിയെന്ന് 2-3 ഇത് ചെടി, ഈ ഫിറ്റോണിയ എന്ന് പറഞ്ഞാൽ വേരൊന്നും വേണ്ട കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇതിന് വേര് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടിയൊന്നും വരുന്നില്ല. ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ കിളിച്ച് വരുന്ന ചെടികളാണ് ഇതൊക്കെ. നല്ല രീതിയിൽ കാട് പോലെ ആകുന്നുണ്ടോ. എന്തായാലും ഓക്കെ ആയത്. ചെറിയൊരു ഇപ്പം ഞാൻ അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ചെറിയ ഈ മഴ പെയ്യുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലേ, നല്ല രസമുണ്ടാണ് കുറച്ച്. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം എന്നും വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്നില്ല. നമ്മൾ 1.5 മാസം അല്ല 1 ആഴ്ചയോ 1.5 മാസം ആകുമ്പോഴും കുഴപ്പമില്ല. 2 ആഴ്ച അങ്ങനെയൊക്കെ കൂടുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടെറേറിയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.